ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒന്നാം പ്രതിയും എംഎസ് സൊല്യൂഷൻസ് ഉടമയുമായ ഷുഹൈബ് കീഴടങ്ങിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്റെ സ്ഥാപനത്തെ തകർക്കാൻ ഒരു പ്രമുഖ സ്ഥാപനം ശ്രമിക്കുന്നുണ്ടെന്ന് ഷുഹൈബ് പറഞ്ഞു. ചേതൻ സാജനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സാജൻ, കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടം മുതൽ എംഎസ് സൊല്യൂഷന്റെ സിഇഒ ഷുഹൈബ് ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങൾ തന്റെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ഇതിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് വീഡിയോ വരെ ആദ്യ ദിവസങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അയാൾ വീണ്ടും വീഡിയോവുമായി സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തുകയുമൊക്കെ ചെയ്തിരുന്നു. അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇന്നലെ ഒരു പ്യൂൺ എംഎസ് സൊല്യൂഷന് ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിന്റെ വഴി എങ്ങനെയാണ് ഷുഹൈബിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ? അന്ന അല്പസമയം മുമ്പ്, അതായത് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് കേസിലെ ഒന്നാം പ്രതിയും അതുപോലെ എംഎസ് സൊല്യൂഷൻസ് ഉടമയുമായ ഷുഹൈബ് കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഓഫീസ് സംഘത്തിന് മുമ്പാകെ കീഴടങ്ങുന്ന തൊട്ട് മുമ്പ് വരെ ഷുഹൈബ് മാധ്യമങ്ങൾ കണ്ടിരുന്നു. മുമ്പ് ആവർത്തിച്ചതുപോലെ തനിക്ക് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല, താൻ നിരപരാധിയാണ്, മറ്റൊരു പ്രമുഖ ഓൺലൈൻ സ്ഥാപനമാണ് ഈ കേസിന് പിന്നിൽ തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഷുഹൈബ് പറയുന്നത്. അതുമാത്രമല്ല, ഈ കേസിലെ മറ്റൊരു പ്രതിയായ അധ്യാപകൻ കൂടിയ ഈ സ്ഥാപനത്തിലെ എംഎസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയായ ഫഹദിനെ പറഞ്ഞയച്ചത് തൻ്റെ ഈ പ്രമുഖ സ്ഥാപനമാണ്. അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഈ സ്ഥാപനമാണ് ഈ ഫഹദിനെ തൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു ആരോപണവും ഈ കേസ് ഷുഹൈബ് ഉയർത്തുന്നു. അതായത് തൻ്റെ നാട്ടിലെ പ്രമുഖ പ്രാദേശിക രാഷ്ട്രീയ നേതാവിന് ഈ ഓൺലൈൻ സ്ഥാപനം, മറ്റൊരു ഓൺലൈൻ സ്ഥാപനം 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം കൂടി ഷുഹൈബ് ഈ അന്വേഷണ സംഘത്തിന് കീഴടങ്ങുന്ന തൊട്ട് മുമ്പ് ഉയർത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ അല്പസമയം മുമ്പ് ക്രൈംബ്രാഞ്ച് എസ്പിയും മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഈ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് നടപടിയിലേക്കും മറ്റ് കസ്റ്റഡി അപേക്ഷയൊക്കെ കൊടുക്കുന്ന കാര്യത്തിലും തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മലപ്പുറം സ്വദേശിയും സ്കൂളിലെ പ്യൂൺ അബ്ദുൾ നാസർ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്തപ്പെട്ട അബ്ദുൾ നാസറും ഈ ഫഹദും ഒരുമിച്ച് മലപ്പുറത്ത് ഒരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു. ആ പരിചയം മുതലെടുത്താണ് ഈ ഫഹദ് ഈ അബ്ദുൾ നാസറുടെ കയ്യിൽ നിന്ന് ഈ ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ വാങ്ങിച്ചെടുത്തത്. ഇതാണ് യൂട്യൂബിൽ അവതരിപ്പിച്ച് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കേസിലേക്ക് വഴിതെളിച്ചത്. ഏതായാലും ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അതായത് ഈ കേസിലെ 2ഉം 3ഉം പ്രതികളായ ഫഹദിനും അധ്യാപകരായ ഫഹദിനും ജിഷ്ണുവിനും ജില്ലാ കോടതി ജാമ്യം ഇപ്പോൾ അല്പസമയം മുമ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും, ഒപ്പം തന്നെ ഒന്നാം പ്രതി ഷുഹൈബിനെ അടക്കം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം കടക്കുക. അന്ന, ശരി. എംഎസ് സൊല്യൂഷൻ സിഇഒ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉടമ ഷുഹൈബ് കീഴടങ്ങിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേതൻ സാജനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.